സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയും എന്നാൽ മോചനദ്രവ്യം കെട്ടിവെച്ചതിൻ്റെ പിന്നാലെ ഏത് സമയത്തും ജയിൽ വിമോചിതനാകാൻ സാധ്യതയുള്ള അബ്ദുറഹീമിൻ്റെ കാര്യം, ഫറൂഖിലെ അബ്ദുറഹീമിൻ്റെ കാര്യമാണ് നമ്മൾ ഇനി പറയുന്നത്. ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകാമെന്നാണ് സഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. സഹായ സമിതിയുടെ ചെയർമാൻ 24ൻ്റെ കൂടി ചെയർമാനായ ആലിംഗൽ മുഹമ്മദാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ റിയാദിലും ജിദ്ദയിലുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഫറൂഖിൽ ഉമ്മ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീം വിമാനമിറങ്ങി വരുന്നത് കാണാൻ. നമ്മൾ അന്ന് ഉമ്മയോട് പറഞ്ഞിരുന്നു, ഒരു ദിവസം വരും ഉമ്മയ്ക്ക്, അന്ന് ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു, അതിൽ അഭിമാനമുണ്ട്. ഏത് സമയവും അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകും. എല്ലാവിധമായ നടപടിക്രമങ്ങളും പൂർത്തിയായതായിട്ടാണ് റിയാദിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ജലീൽ കണ്ണമംഗലം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ച ശേഷം മോചനദ്രവ്യമായ ഈ 15 മില്യൺ റിയാല് സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി ഗവർണറേറ്റിൽ നിന്ന് കോടതി വഴി ഈ സൗദി കുടുംബത്തിനും കൈമാറി. അതിനുശേഷം അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത് നാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വധശിക്ഷ റദ്ദാക്കിയ കോടതിയുടെ ഉത്തരവ് ഈ കഴിഞ്ഞ ദിവസം ഗവർണറേറ്റിനും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂഷനും കൈമാറി. ഈ അബ്ദുറഹീമിന്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്നും മറ്റുമൊക്കെ ഈ പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിക്കും. ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ പ്രോസിക്യൂഷൻ ഉടൻ തന്നെ ഈ കോടതിക്ക് കൈമാറും. ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ കോടതി വീണ്ടും ഈ ഇരു വിഭാഗങ്ങളെയും അഭിഭാഷകരെ കേൾക്കും. ശേഷം ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകും. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. മോചനത്തിനുള്ള കോടതിയുടെ ഉത്തരവ് ഏത് സമയവും ഉണ്ടാകും എന്ന് റിയാദിലെ ഇന്ത്യൻ ഈ സഹായ സമിതിയും അതോടൊപ്പം തന്നെ അഭിഭാഷകരും എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷ ഈ കുടുംബവും അതോടൊപ്പം തന്നെ മൊത്തം മലയാളികളും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മോചന ഉത്തരവ് ഉണ്ടായാൽ 18 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുറഹീം മോചിതനാകും. അതിനുശേഷം യാത്രാ സംബന്ധമായ രേഖകൾ എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ റിയാദിലെ ഇന്ത്യൻ എംബസി അത് ശരിയാക്കും. പിന്നീട് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഗവർണറേറ്റിന്റെയും എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അബ്ദുറഹീമിന്റെ നാട്ടിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജലീൽ, യഥാർത്ഥത്തിൽ അദ്ദേഹം റിയാദിൽ നിന്ന് തന്നെ ആയിരിക്കുമോ അദ്ദേഹം കരിപ്പൂരിലേക്ക് വരിക, അതോ ജിദ്ദയിലായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായോ? സഹായ സമിതി എന്താണ് പറയുന്നത്? അത് സാധാരണ രീതിയിൽ ഈ മോചനത്തിനുള്ള ഉത്തരവ് വന്ന ഉടൻ തന്നെ സൗദി ആഭ്യന്തര മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത് റിയാദിലുള്ള ജയിലിലാണ്. റിയാദിലെ ജയിലിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ച് ഇന്ത്യൻ എംബസിയുടെ ഈ രേഖകളെല്ലാം കൈപ്പറ്റിയതിനു ശേഷം റിയാദിലുള്ള നാട് കടത്തൽ കേന്ദ്രം വഴി ഗവർണറേറ്റിന്റെ ഇടപെടലിലൂടെ റിയാദിൽ നിന്നായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് വിമാനം കയറിയത്. ഓക്കെ ജലീൽ കണ്ണമംഗലം, താങ്കൾ ഈ വാർത്ത ഫോളോ ചെയ്യുക. എന്തായാലും ഈ അബ്ദുറഹീമിൻ്റെ മോചനത്തിന് നമ്മൾ വളരെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ഉമ്മ വഴിക്കണ്ണുമായിട്ട് എത്രയോ കാലമായി 18 കൊല്ലമൊക്കെ ജയിലിൽ കിടന്ന മകൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഏതമ്മയും നരകതുല്യമായ ജീവിതത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഈ ഉമ്മ കാത്തിരിക്കുകയാണ് ഈ മകൻ്റെ വരവും കാത്ത്. ആ ഒരു നല്ല പ്രഭാതം എന്നാണ് ഉണ്ടാവുക എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ മോചനം ഉണ്ടാകും എന്നാണ് സൗദിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ.